ടൈംസ് ഓഫ് ഇന്ത്യ റെസിഡന്റ് എഡിറ്റർ ശ്രീ അരുൺ റാമും ചെന്നൈയിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട്. ശ്രീ അരുൺ റാം, ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ടി വി കെക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണോ? തമിഴ്നാട്ടിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ രാഷ്ട്രീയ പരിപാടികൾക്കിടെ തിക്കിലും തിരക്കിലുമിട്ട് മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ വിജയ് ഒളിച്ചോടിയിരിക്കുന്നു. 4 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമായ ഒരു പക്വതയില്ല, രാഷ്ട്രീയമായി എടുക്കേണ്ട ഉത്തരവാദിത്തം എടുക്കാത്ത ഒരു നേതാവ് എന്ന രീതിയിൽ വിലയിരുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടോ? അതെ, ഒരുപക്ഷേ തമിഴ്നാട്ടിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമാ നടനാണ് വിജയ്. എന്നാൽ ഈ ഒരു ദുരന്തം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം ഇനിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കാരണക്കാരൻ വിജയ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റ് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഓപ്പോസിഷൻ ലീഡർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ പോകുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു. അപ്പൊ അത് കാണിക്കുന്നത് ഒരു തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപക്വതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് കാരണക്കാരെന്താണെന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണവും മറ്റും കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഇതിനുമായിട്ടുള്ള ഒരു റിയാക്ഷൻ, പ്രൊവാക്ഷൻ എന്തായാലും ഇല്ലായിരുന്നു. ടി വി കെയുടെ ഒരു വലിയ ഫെയിലിയർ തന്നെയായിരുന്നു. ടി വി കെയുടെ മാത്രമല്ല, പോലീസിന്റെയും തന്നെ ഒരു പരാജയമായിരുന്നു ഇത്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം എങ്ങനെ അതിനെ ഡീല് ചെയ്തു എന്നുള്ളത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വളരെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി പ്രദാനം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഈ പരിപാടി ഈ രൂപത്തിൽ അവസാനിക്കുന്നതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇപ്പോൾ വിജയുടെ അണികൾ പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാനാവുന്നതാണ്? പ്രത്യേകിച്ച് അവിടെ വന്നിരുന്ന ആളുകൾ എന്നുള്ളത് വിജയ് എന്ന താരത്തെ കാണാൻ വന്നവരാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. അത്രത്തോളം കുട്ടികളുണ്ടായിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. മരിച്ചവരിലും കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വാദം എത്രത്തോളം നിലനിൽക്കും? ഈ ഗൂഢാലോചന അങ്ങനെയുള്ള ഒരു കൺസ്പിറസി തിയറി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരുപക്ഷേ ഡി എം കെ അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ എതിരാളികൾ ഇതിൽ വളരെ രഹസ്യമായി ഒരുപക്ഷേ സന്തോഷിക്കുന്നുണ്ടാവാം. എന്നാലും ഇതിങ്ങനെ ഒരു ദുരന്തം നടക്കണമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അത് വരുത്തി വെക്കുകയോ ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഇത്രയും ജനങ്ങളെ ഒരു കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുടെ ആ ഒരു കൺസ്പിറസി തിയറി ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഒരു ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്താണ് വരുന്നത്.